ശ്രദ്ധിക്കൂ, ഇതാണ് നിങ്ങളുടെ സമയം. ഈ ഒരു നിമിഷം, ഈ ഒരു ഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ വഴി വളരെ വ്യക്തമാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ ഒരു പരീക്ഷയെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പൊന്തൂവലാക്കി മാറ്റാം, നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവുകഴിവുകൾ, മടി, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ കഴിവിനെയും സാധ്യതകളെയും നശിപ്പിക്കുന്നത് നോക്കിയിരിക്കാം. എന്താണെങ്കിലും വേഗം തീരുമാനിക്കണം. കാരണം നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ ഇപ്പോൾ പാഴാക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. നാളെ തൊട്ട് പഠിക്കാം, ഞാനിപ്പോൾ ഭയങ്കര ക്ഷീണിതനാണ്, ഒരു പരീക്ഷയല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ശരിക്കും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളൊന്നും നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ശരിക്കും അത് തീരുമാനിക്കുന്നുണ്ട്. വിജയം എന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയെടുക്കുന്നതല്ല, അത് ദിവസേന കെട്ടിപ്പടുക്കുന്നതാണ്. നിങ്ങൾ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം ആഗ്രഹത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഭയങ്കര ക്ഷീണിതനാണെന്ന്, പഠിക്കാൻ ഒട്ടും തോന്നുന്നില്ല എന്നൊക്കെ. പക്ഷെ വിജയത്തിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആരും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. ജീവിതം ആഗ്രഹങ്ങൾക്കല്ല പ്രതിഫലം നൽകുന്നത്, അത് പരിശ്രമങ്ങൾക്കാണ് നൽകുന്നത്. കഷ്ടപ്പെടുന്നവനെ വിജയമുണ്ടാവുകയുള്ളൂ. പണിയെടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവനെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുകയുള്ളൂ. വിജയികളൊക്കെ ദിവസവും ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടാണ് എഴുന്നേൽക്കാറുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവർ പഠിക്കാനുള്ളത് ദിവസവും പഠിച്ചിരിക്കും. ഒഴിവുകഴിവുകൾ പറയില്ല. കാരണം എന്തെന്നറിയോ? അവർക്കറിയാം മോട്ടിവേഷൻ അല്ല വിജയം തീരുമാനിക്കുന്നത്, അത് നമ്മുടെ അച്ചടക്കമാണെന്ന്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ദിവസവും പഠിക്കാനിരിക്കുക, പഠിക്കുക, പൂർണ്ണ ശ്രദ്ധയോടെ. ഇനി പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ പോലും അതാണ് അച്ചടക്കം. ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ടാകും? എങ്ങനത്തെ ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത്? അതൊന്ന് സങ്കല്പിച്ചു നോക്കുക. നിങ്ങൾക്ക് വിജയിക്കണോ? സ്വയം അഭിമാനം തോന്നണോ? നിങ്ങൾക്ക് ഈ ഒരു സമയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയണോ, ഞാൻ ആ സമയത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ കിട്ടുന്നത് എന്ന്? ഇങ്ങനെ പറയണമെന്നാണോ ആഗ്രഹം? അതോ അപ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ കുറ്റബോധമായിരിക്കണോ? അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കണോ? നിങ്ങൾ തീരുമാനിക്കൂ. ഒരു കാര്യം ഞാൻ പറയാം, കഠിനാധ്വാനത്തെക്കാളും ബുദ്ധിമുട്ട് കുറ്റബോധമാണ്. അച്ചടക്കം മൂലമുണ്ടാകുന്ന വേദന താൽക്കാലികമാണ്. പക്ഷേ കുറ്റബോധം കാരണമുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അത് നിങ്ങളെ എന്നെന്നും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ലൈഫിൽ വിജയിക്കുന്ന ആരും വളരെ എളുപ്പമായിട്ട് അവിടെ എത്തിയതായിരിക്കില്ല. ബുദ്ധിമുട്ട് നിറഞ്ഞ വഴികളിലൂടെ പൊരുതി വന്നവർ തന്നെയാണ്. കൂട്ടുകാരൊക്കെ ആഘോഷിച്ച് കറങ്ങി നടന്നപ്പോൾ സ്വയം അച്ചടക്കത്തോടെ പഠിച്ചവരെ വലിയ വിജയം നേടിയിട്ടുള്ളൂ. ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സമയത്ത് പോലും സ്വന്തം കഴിവ് വിശ്വസിച്ച് പരിശ്രമിച്ചവരാണ്. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ ഇന്ന് സ്വയം പറയുന്ന ഏറ്റവും വലിയ കള്ളമാണ് പിന്നെ ചെയ്യാമെന്നത്. പിന്നെ എന്ന് പറയുന്നത് തന്നെ ഒരു കെണിയാണ്. അവിടെയാണ് സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത്. കാരണം പിന്നെ എന്നത് നാളെയാകും, അടുത്ത ആഴ്ചയാകും. പിന്നെ നിങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ പരീക്ഷാ ഹാളിലായിരിക്കും. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. പിന്നത്തേക്ക് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്കുള്ള സമയം ഇപ്പോഴാണ്, ഈ നിമിഷം. ഈ നിമിഷത്തിലാണ് നിങ്ങൾ മെച്ചപ്പെടേണ്ടത്, കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടത്, ഒഴിവുകഴിവുകളോട് നോ പറയാൻ, നിങ്ങളുടെ സ്വപ്നത്തോട് ചേർന്നു നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളെ മറന്നേക്കൂ. ഇത് ഇൻസ്റ്റഗ്രാമിനുള്ള സമയമല്ല, ശ്രദ്ധ മാറ്റാനുള്ള സമയമല്ല, മടി കാണിക്കാനുള്ള സമയമല്ല, മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാനുള്ള സമയമല്ല. നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല ആവശ്യം, പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എഴുന്നേറ്റ് പഠിക്കാൻ പോകുക. പുസ്തകമെടുക്കുക, പഠിച്ചു തുടങ്ങുക. റീൽസുമില്ല, ഷോർട്സുമില്ല, വീഡിയോയുമില്ല, വെറും പഠനം മാത്രം. നിങ്ങൾ ജനിച്ചത് മഹത്തായ കാര്യങ്ങൾക്കാണ്. ഇനി പോയി അത് തെളിയിക്കൂ. ചിന്തിക്കുന്നത് നിർത്തൂ, പ്രവർത്തിച്ചു തുടങ്ങൂ. ഒഴിവുകഴിവുകൾ വേണ്ട, ഫലം മാത്രം മതി. തുടങ്ങാം.